കേന്ദ്ര സർക്കാർ ആദിവാസികൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതികളൊന്നും കുടിക്കാർക്ക് ലഭിക്കുന്നില്ലെന്ന് കേന്ദ്ര സർക്കാരിന്റെ വികസിത് സങ്കല്പ യാത്രയിൽ പങ്കെടുക്കാനെത്തിയ ഇടുക്കി ഇടമലക്കുടിയിലെ ആദിവാസികൾ. പഞ്ചായത്തിന്റെ പ്രവർത്തനം കുടിയിലേക്ക് മാറ്റാൻ അധികൃതർ തയ്യാറാകാത്തതാണ് പദ്ധതികളുടെ ഫലം കുടിക്കാർക്ക് ലഭിക്കാത്തതെന്നും പഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നു. സംസ്ഥാനത്തെ ആദ്യത്തെ ഗോത്രവർഗ പഞ്ചായത്തായി ഇടമലക്കുടി മാറിയെങ്കിലും പഞ്ചായത്ത് ഓഫീസ് കുടിയിൽ പ്രവർത്തിക്കാത്തത് മൂലം കേന്ദ്ര സർക്കാരിന്റെ നിരവധി പദ്ധതികൾ കുടിക്കാർക്ക് ലഭിക്കുന്നില്ലെന്ന് ഇടമലക്കുടിയിലെ പഞ്ചായത്ത് അംഗങ്ങൾ. നിലവിൽ ദേവികുളത്താണ് ഇടമലക്കുടി പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വികസിത് സങ്കല്പ യാത്രയിൽ പങ്കെടുക്കാൻ പോലും 50 കിലോമീറ്റർ താണ്ടിയാണ് വന്നതെന്നും പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ വികസിത് സങ്കല്പ യാത്ര ഇവിടെ ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് ക്യാമ്പ് ഓഫീസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിന് ആ പരിപാടിക്ക് വേണ്ടി 10-50ഓളം സ്ത്രീകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വളരെ കഷ്ടപ്പെട്ടാണ് ഇടമലക്കുടിയിൽ നിന്ന് 55ഓളം കിലോമീറ്റർ കടന്നാണ് ക്യാമ്പ് ഓഫീസിലേക്ക് വന്നിരിക്കുന്നത്. ആദ്യത്തെ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ ആദിവാസികൾക്ക് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സൗജന്യ പദ്ധതികൾ മനസ്സിലാക്കുന്നതിനും അത് നേടിയെടുക്കുന്നതിനും വേണ്ടി അറിവ് പകർന്നു നൽകിയെന്ന ലക്ഷ്യത്തോടെയാണ് യൂണിയൻ ബാങ്കിന്റെ നേതൃത്വത്തിൽ വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഭാഗമായി പദ്ധതി നടപ്പിലാക്കിയത്. 5ഓളം സർക്കാർ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാർ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികൾ കുടിക്കാർക്ക് വിശദീകരിച്ച് നൽകി. പദ്ധതിയുടെ ഉദ്ഘാടനം ഇടമലക്കുടി പഞ്ചായത്ത് അംഗം ഷൺമുഖം നിർവഹിച്ചു. പദ്ധതികളുടെ വിശദീകരണം യൂണിയൻ ബാങ്ക് പ്രതിനിധി ജോർജ് വളവി നടത്തി. കാർഷിക വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ യന്ത്രങ്ങളുടെ സഹായത്തോടെ കൃഷിഭൂമിയിൽ മരുന്ന് സ്പ്രേ ചെയ്യുന്ന ഡ്രോണിന്റെ പ്രവർത്തനങ്ങൾ പകർന്നു നൽകി. ബാങ്ക് മാനേജർ ഗോപാലകൃഷ്ണൻ, ഇടമലക്കുടി അസിസ്റ്റന്റ് സെക്രട്ടറി വിരാജ്, SBI മാനേജർ ജിൻസ്, ഈശ്വരി, ഗ്യാസ് ഏജൻസി MD ഗിരിജ ബാലാജി, BJP അംഗങ്ങളായ കതിരേശൻ, അഭിമന്യു എന്നിവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.